ഇതേപോലെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു റോയൽ ലുക്ക് വരുന്ന ഒരു മിനി ബാസ്ക്കറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇതേപോലെ ആദ്യം തന്നെ 4 ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിന്റെ കേവ് ആയിട്ടുള്ള അറ്റങ്ങളെല്ലാം ഒന്ന് മുറിച്ച്, എന്നിട്ട് വേറൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് അതിന്റെ പകുതി ഇതേപോലെ മുറിച്ചിട്ട് 2 അറ്റങ്ങളും ഇതേപോലെ ശക്തിയാക്കി ഇരുത്താൻ വേണ്ടിയിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു അളവിലെ 2 എണ്ണം ആട്ടോ നമുക്ക് വേണ്ടത്. ഇനി അതിന്റെ സൈഡിൽ വെക്കാനുള്ള സംഭവം കൂടി സെറ്റ് ആക്കാനുണ്ട്. അതിനായിട്ട് ഇതേപോലെ ഐസ്ക്രീം സ്റ്റിക്ക് ചെറുതായി മുറിച്ചിട്ട് ഇതേപോലെ തന്നെ 4 പീസസ് ഇങ്ങനെ വെച്ചെടുത്തിട്ട് സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ നമുക്ക് ഇതേപോലെ 2 പീസാണ് വേണ്ടത്. അത്രേ ഉള്ളൂ, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് എന്നിട്ട് ഞാൻ നേരെ ഗ്ലൂ ഗൺ ഓണാക്കി എല്ലാം അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് നിങ്ങൾ കണ്ടോട്ടെ. അങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുത്തപ്പോൾ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം ഉണ്ടാക്കി വന്നപ്പോൾ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചെറിയ എന്തൊക്കെയോ ഒരു വളവും ചെരുവൊക്കെ. പിന്നെ അതൊക്കെ ഓക്കെ ആക്കി താഴെയും കൂടി ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് സെറ്റ് ആക്കി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോയൽ ലുക്ക് ആണ്. റോയൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഗോൾഡ് കളർ ആയുള്ള. അപ്പൊ എന്തായാലും നമ്മൾ ഗോൾഡ് കളർ ഫുൾ ഒന്ന് ഇതിൽ കുളിപ്പിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഗോൾഡ് കളറിൽ ഫുള്ള് പെയിന്റ് അടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ വർക്കിംഗ് കാണിക്കണ്ടേ. ഞാൻ എന്തായാലും എന്റെ ചെറിയ ആലോവേര ജെൽ, സൺസ്ക്രീൻ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് കേട്ടോ ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും സംഭവം സെറ്റാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം.